മോനെ പേടിക്കുന്ന മൊബൈൽ ആരാ വാങ്ങി വെച്ചാ? വീടേതാ മോന്റെ വീട്? 10 വയസ്സുള്ള കുട്ടിയാണ്. വീട്ടുകാർ ഫോൺ വാങ്ങി വെച്ചു എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിച്ചിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കണ കക്ഷി. നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ്. എന്താ ചെയ്യാൻ പറ്റുക? ഇനി ഫുൾ ടൈം ഫോൺ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണോ സൊല്യൂഷൻ? അതോ ഇനി ഒരിക്കലും ഫോൺ തരില്ല എന്ന് പറയണതാണോ സൊല്യൂഷൻ? ഫോൺ കൊടുക്കില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ മുതിർന്ന നമ്മളുടെ കാര്യം തന്നെ എടുക്കുക. 7000 mAh ബാറ്ററി കാലത്ത് 100% ആക്കി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മൾ വൈകുന്നേരം വരുമ്പോഴേക്കും ബാറ്ററി ലോ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ മുതിർന്നവരുടെയും ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് 4 മണിക്കൂറിന് മേലെ ചുരുങ്ങിയിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. കുട്ടികൾ ലഹരിയുടെ ഉപയോഗം, ചീത്ത കൂട്ടുകെട്ടുകൾ, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, വീട് വിട്ടിറങ്ങി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ, ആത്മഹത്യാ ഭീഷണി, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ. എന്താ അതിനൊരു സൊല്യൂഷൻ? ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ കുട്ടികളെ അവരുടെ അക്കാദമിക്കൽ നോൺ അക്കാദമിക്കൽ എഡ്യൂക്കേഷനിലൂടെ അവരുടെ സ്കില്ല് കണ്ടെത്തിയിട്ട് ഒപ്പം അവർക്ക് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ലക്ഷ്യബോധമുള്ളവരാക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും മുതിർന്ന കുട്ടികളുടെ രക്ഷിതാക്കളും വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുതിർന്ന കുട്ടികളൊക്കെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുമോ? അത് കതിരിൽ വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇത് മൊബൈലാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം, എത്ര സമയം ഉപയോഗിക്കണം, എന്താണ് അതിൽ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കുട്ടികളെ ചെറുപ്രായത്തിൽ 5ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഉള്ളവരായി മാറ്റുക, നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. താങ്കളുടെ കുട്ടീനെ ഈ പ്രോഗ്രാമിൽ ചേർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.